Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളതായ ഒരു പെപ്ലം ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ടീനേജേഴ്സിന് ഇടാൻ പറ്റുന്ന മെഷർമെന്റ്സ് ആണ് വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജീൻസിൻ്റെ ഒപ്പവും മിഡിയുടെ ഒപ്പവും പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും തയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ കട്ടിങ്ങിലേക്ക് കിടക്കാം. കട്ടിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം യോക്ക് പാർട്ട് പോലെയാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അതിൻ്റെ താഴേക്ക് ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളത് ഒരു ടോപ്പാക്കി മാറ്റുന്നത്. ആദ്യം യോക്ക് പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കുക. യോക്ക് പാർട്ടിനും അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ ആദ്യവും ഇതേ തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഫ്രിൽസ് കൊടുക്കുന്നത് വേറൊരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നല്ല ഭംഗിയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന സെയിം മെഷർമെൻറ്റ് എടുക്കുന്നതെങ്കിൽ ഒരു 15 ഇയേഴ്സിന് ഇടാൻ പറ്റുന്ന മെഷർമെൻ്റ് ആണ് വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. തയ്ക്കാൻ അറിയാത്തവരാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിലും നിങ്ങൾക്ക് എല്ലാ ആഴ്ചത്തെയും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തയ്ക്കാനുള്ള ആഗ്രഹം വരും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിരിക്കും, അത് ഉറപ്പാണ്. യോക്ക് പാർട്ടിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. ഇനി ഇത് നമ്മുടെ ബാക്കത്തെ ഓപ്പണിംഗ് ആണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്രിൽസ് വെക്കാനായിട്ടുള്ള ഫ്രിൽസിൻ്റെ തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മുടെ സ്ലീവ്സ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ യോക്ക് പാർട്ടിൻ്റെ ആം ഹോൾ വെച്ചിട്ടാണ് നമ്മുടെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ സക്സസ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. വലിയ ബുട്ടിക്കും കുറേ ഓർഡേഴ്സും ഒന്നുമില്ലെങ്കിലും നമ്മുടേതായ ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് ചെയ്തു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാൽ തന്നെ നമ്മൾ വലിയൊരു സക്സസ്ഫുൾ പേഴ്സണാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് പുറമേക്ക് തയ്ക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടേതായ ചെറിയ ചെറിയ കാര്യങ്ങൾ തയ്ക്കാനായിട്ട് അറിഞ്ഞാൽ തന്നെ സക്സസ് ആണെന്ന് ചിന്തിക്കുക. നമ്മുടെ സ്ലീവ് ഫുൾ സ്ലീവാണ്. 3/4 വരെയാണ് ഈ ഒരു തുണിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഫുൾ സ്ലീവിൻ്റെ അവിടേക്ക് നമ്മൾ ഫ്രിൽസ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനതാ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ സൈഡ്സിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് മടക്കി അടിച്ച് കൊടുത്തിട്ട് പൈപ്പിംഗ് പോലെയാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. വീഡിയോ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഐഡിയാസും കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഒരു ടോപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നെക്ക് പൈപ്പിംഗ് പോലെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കത്തെ ഓപ്പണിംഗ് ആണ്. ചെറിയൊരു പീസ് വെച്ചിട്ട് മടക്കി അടിക്കുക ചെയ്യുന്നത്. ഒരു ഹുക്ക് വെക്കുന്ന രീതിയിലാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളുടെ യോക്ക് പാർട്ടിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ്സിലേക്കും ഫ്രിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ടും ഫോളോ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇപ്പോൾ ഇടുന്നത് എല്ലാ വെനസ്ഡേയ്സിലും 5 o'clock ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോ ആണ്. യോക്കിലേക്കും അതുപോലെ തന്നെ എൽബോ ലെങ്ത്തിലുള്ള സ്ലീവ്സിലേക്കും നമ്മളുടെ ഫ്രിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്ലീവ്സ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് 2-3 ഫ്രിൽസും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡ്സും കൂടി ജോയിൻ ചെയ്താൽ നല്ല ഭംഗിയുള്ളതായ പെപ്ലം ടോപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റിസഷൻ പീരീഡിൽ നമ്മൾ എത്രമാത്രം സ്കിൽസ് പഠിക്കുന്നുണ്ടോ അത്രമാത്രം നമ്മുടെ സർവൈവൽ ഈസി ആവും. അപ്പോൾ സ്റ്റിച്ചിങ് എന്ന് പറയുന്നതും ഒരു സ്കില്ലാണ്. നമ്മൾ കൂടുതൽ സ്കിൽസ് പഠിക്കുന്നതോറും നമ്മൾ നല്ലപോലെ കോൺഫിഡൻസ് ആവും. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ കുറേ സ്കിൽസ് പഠിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. പുതിയ പുതിയ സ്റ്റിച്ചിങ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലെ എല്ലാ ആഴ്ചയും ഞാൻ വരുന്നതാണ്. ഇത്രയും ദിവസം തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.